السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തു അൽ ഖമറിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളും അവയുടെ അർത്ഥവും ആശയവുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അന്ത്യസമയം നമ്മുടെ സമീപത്താണ് എന്നും ആ വിഷയം താക്കീത് നൽകാൻ വേണ്ടി വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ആ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്നതിൻ്റെ സത്യതയ്ക്ക് അവർ ചോദിച്ച അടയാളം, ആ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തി 2ആക്കി കാണിച്ചു കൊടുത്തത്. എന്നാൽ ദൃഷ്ടാന്തങ്ങൾ എത്ര ലഭിച്ചാലും അതെല്ലാം അവഗണിക്കുകയും അതൊക്കെ മായാജാലമാണ് എന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് സത്യനിഷേധികൾക്കുള്ളത് എന്നും അവർ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത് എന്നും സത്യവും അസത്യവും വ്യക്തമാക്കപ്പെടുന്ന, തീരുമാനിക്കപ്പെടുന്ന, നന്മയുടെ കാര്യങ്ങൾ സ്വർഗത്തിലും തിന്മയുടെ കാര്യങ്ങൾ നരകത്തിലും എത്തി നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ എന്താണ് റഹ്മാനായ റബ്ബ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداع إلى شيء نكر خش عن أبصارهم يخرجون من الأجداث كأنهم جراد منتشر مهطعين إلى الداع يقول الكافرون هذا يوم عسير. 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് ജാഅഹും, തീർച്ചയായും അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. ജാഅ എന്ന് പറഞ്ഞാൽ വരിക, യജീഉ ഈജാഅൻ. ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, തീർച്ചയായും. വലഖദ് ജാഅഹും, തീർച്ചയായും അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. മിനൽ അംബാഇ, മിനൽ അംബാ. അംബാ എന്ന് പറഞ്ഞാൽ നബഇൻ്റെ ബഹുവചനമാണ് അംബാ. നബഉ എന്ന് പറഞ്ഞാൽ ന്യൂസ്, വാർത്ത, ഖബർ. നബഉൻ ഖബർ, വാർത്ത. മിനൽ അഖ്ബാർ. വലഖദ് ജാഅഹും മിനൽ അഖ്ബാർ വലഖദ് ജാഅഹും മിനൽ അംബാ. അവർക്ക്
വാർത്തകളിൽ നിന്ന്, ന്യൂസുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. മാ ഫീഹി, അതിലുണ്ട്, ഈ വാർത്തകളിലുണ്ട്, ആ നബഅകളിലുണ്ട് മുസ്ദജറുൻ. മുസ്ദജർ എന്ന് പറഞ്ഞാൽ ഇസ്ദജറ എന്ന വേർഡിൽ നിന്ന് വന്നതാണ്. ഇസ്ദജറ യസ്ദജിറു ഇസ്ദിജാറൻ. ഇസ്ദജറ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, പേടിച്ചു വിട്ടു നിൽക്കുക, ഒരു പ്രവൃത്തിയെ അവസാനിപ്പിക്കുക. അപ്പോൾ ഒന്നിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് മുസ്ദജർ എന്ന് പറയുന്നത്. അപ്പോൾ മാ ഫീഹി മുസ്ദജർ, തിന്മകളിൽ നിന്നും, കളവാക്കലുകളിൽ നിന്നും, ശിർക്കിൽ നിന്നും, മറ്റു ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ പര്യാപ്തമായ വാർത്തകൾ അവർക്ക് വന്നെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിശദീകരണം, നരകത്തെ സംബന്ധിച്ചുള്ള, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കാരണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം. ആ നിലക്ക് ഒരു മനുഷ്യന് നന്നാവാൻ ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട് എന്നാണ്. അതാണ് മാഫീഹി മുസ്ദജറുൻ, അതിൽ മുസ്ദജറുണ്ട് അഥവാ ഇസ്ദജറ, മാറി നിൽക്കാൻ പര്യാപ്തമായത്. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, മുസ്ദജറുൻ എന്ന് പറഞ്ഞാൽ യഅനി മാ യർദഉഹും, അവരെ അകറ്റി നിർത്തുന്നത്, വയസ്ജുറുഹും, അതേപോലെ തന്നെ വിട്ടു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്, അവരെ അകറ്റി നിർത്തുന്നത്, അമ്മാഹുമ അലൈഹി മുഖീമൂൻ, അവർ എന്തൊരു നിലപാടിലാണോ ഉള്ളത് അതിൽ നിന്ന് അവരെ തിരിച്ചുവിടാൻ പര്യാപ്തമായ വിജ്ഞാനങ്ങൾ. മിനത്ത് ഖദീബി ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കുന്ന അവരുടെ നിലവിലെ അവസ്ഥയിൽ നിന്ന് മാറി സത്യവിശ്വാസം സ്വീകരിക്കാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അത് അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ, വലഖദ് ജാഅഹും അവർക്ക് വന്നെത്തിയിട്ടുണ്ട്, മിനൽ അംബാഇ വാർത്തകളിൽ നിന്ന്, മാ ഫീഹി അതിലുണ്ട്, മുസ്ദജറുൻ അവരെ തിന്മയിൽ നിന്ന് തടയാവുന്നത്, അധർമ്മങ്ങളിൽ നിന്ന് തടയുന്നത്. അത്രമാത്രം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. പൂർവ്വവേദങ്ങളിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവ്വകാല സമൂഹം, അവരുടെ നാശം, അവരുടെ ചരിത്രങ്ങൾ, അവരിലേക്ക് വന്ന നബിമാർ, അവർ പറഞ്ഞത്, അതിനവർ നൽകിയ മറുപടി, അവരുടെ നിഷേധം കാരണം അവർക്കുണ്ടായ വലിയ അപകടങ്ങൾ, നാശനഷ്ടങ്ങൾ, ഭൗതികമായ ശിക്ഷകൾ, അതേപോലെ തന്നെ പരലോകത്തെ സത്യപ്പെടുത്തുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ. വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഖുർആനിൽ എല്ലാ ഉപമകളും നാം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള, സത്യാന്വേഷികൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള എല്ലാ നിലക്കുമുള്ള വിശദീകരണങ്ങൾ ഖുർആനിലുണ്ട്. അതാണ് മാഫീഹി മുസ്ദജർ, അതിൽ മുസ്ദജറുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഐ മുൻതഹ, അവരുടെ തിന്മയെ അവസാനിപ്പിച്ച് നന്മയിലേക്ക് പോകാൻ മാത്രമുള്ള അറിവുകൾ അതിലുണ്ട്. ഹിക്മത്തുൻ ബാലിഗത്തുൻ, ഹിക്മ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ്. ഹിക്മത്തുൻ ഖുർആനിനെ കുറിച്ചാണ്. ഹിക്മത്തുൻ തത്വജ്ഞാനം, വലിയ അറിവ്. ബാലിഗത്തുൻ, ബലഗ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിനാണ് ബലഗ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായാൽ ബലഗ, ബുലൂഗ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന അവസ്ഥക്കാണ് ബാലിഗ് എന്ന് പറയാം. അപ്പോൾ ബാലിഗ, ഹിക്മത്തുൻ ബാലിഗ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ വിജ്ഞാനത്തിലും അറിവിലും തത്വജ്ഞാനത്തിലും അതിൻ്റെ പൂർണ്ണതയിലെത്തിയ വിജ്ഞാനം, തോൽപ്പിച്ച് കളയുന്ന വിജ്ഞാനം, മറ്റൊന്നിനെ തോൽപ്പിച്ച് കളയുന്ന വിജ്ഞാനം, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാനം. ഹദ ബലാഗുൽ ലിന്നാസ്, ബലാഗു മെസ്സേജ്, ബാലിഗ മെസ്സേജ് നൽകുന്നത്, പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്നത്, അവ്യക്തതകളില്ലാത്തത്. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ,
ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, സൂറത്തുൽ അൻആമിലുള്ളതാണ്. ബാലിഗായ ഹുജ്ജത്ത് അഥവാ വിജയം നേടുന്ന ഹുജ്ജത്ത്, വിമർശനത്തിന് അതീതമായ ഹുജ്ജത്ത്, അത് അള്ളാഹുവിനുള്ളതാണ്. പിന്നെ വിമർശിക്കുന്നവരൊക്കെ ഇൽമു കൊണ്ടല്ല, ജഹ്ല് കൊണ്ട് വിമർശിക്കുകയാണ്. അത് ജഹാലത്താണ്, അത് വിമർശനമല്ല, അത് ജഹാലത്താണ്. അള്ളാഹുവിൻ്റെ അറിവുകളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിമർശിക്കാൻ സൃഷ്ടികൾക്ക് സാധ്യമേ അല്ല. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിജഹ്ലിഹിം, അവരുടെ ജഹ്ല് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ മറികടക്കാൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്. കാരണം അള്ളാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ച ആശയങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ ഹുജ്ജത്തുകളൊക്കെ സമ്പൂർണ്ണമാണ്, വിമർശനങ്ങൾക്കതീതമാണ്. ഹിക്മത്തുൻ ബാലിഗത്തുൻ, സമ്പൂർണ്ണമായ വിജ്ഞാനം, പരിപൂർണമായ അറിവ്. ഫമാ തുഗ്നിൻ നുദുർ, ഫമാ എന്നിട്ടും മാ തുഗ്നി ഉപകാരപ്പെടുന്നില്ല. അഗ്ന യുഗ്നി ഇഗ്നാഅൻ, അഗ്ന എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുക. അഗ്ന യുഗ്നി ഇഗ്നാഅൻ, ഫമാ തുഗ്നി എന്നാൽ ഉപകാരപ്പെടുന്നില്ല. അൻ നുദുർ, നുദുർ എന്ന് പറഞ്ഞാൽ നദീറിൻ്റെ ജംആണ്. നുദുറുൻ, താക്കീതുകൾ. നുദുർ, താക്കീതുകൾ ഉപകാരപ്പെടുന്നില്ല, താക്കീതുകാരും ഉപകാരപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർ വിശ്വസിക്കുന്നില്ല, അവരംഗീകരിക്കുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല എന്നർത്ഥം. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഫമാ തുഗ്നി നുദുർ യഅനി അയ്യു ഷൈഇൻ തുഗ്നി നുദുറു അമ്മൻ കതബല്ലാഹു അലൈഹി ശഖാവത വഖതമ അലാ ഖൽബിഹി ഫമനില്ലദീ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്. തൻ്റെ ധിക്കാരം കൊണ്ടും അവിവേകം കൊണ്ടും സത്യം മനസ്സിലാക്കാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശഖാവത്ത് ഖദറാക്കിയ ഒരാൾ, ദൗർഭാഗ്യം ഖദറാക്കിയ ഒരാൾ, അയാളുടെ ധിക്കാരം കൊണ്ട് അയാളുടെ ഹൃദയത്തിന് അല്ലാഹു മുദ്ര വെക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് താക്കീത് എങ്ങനെ ഉപകാരപ്പെടാനാണ്, ആര് അയാൾക്ക് ഉപകാരപ്പെടുത്തും എന്ന ഒരു തഫ്സീറും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫമാ തുഗ്നി നുദുർ, താക്കീതുകൾ ഉപകാരപ്പെടുന്നില്ല. നുദുർ എന്ന് പറഞ്ഞാൽ താക്കീതുകൾ, ജംഉ നദീറാണത്. നദീർ താക്കീദിൻ്റെ ജംആണത്. അപ്പോൾ താക്കീതുകൾ ഉപകാരപ്പെടുന്നില്ല എന്ന് നെഗറ്റീവായ ഒരു അർത്ഥത്തിലും, താക്കീതുകൾ എങ്ങനെ ഉപകാരപ്പെടാനാണ്, ഫമാ തുഗ്നി നുദുർ, എങ്ങനെ ഉപകാരപ്പെടാനാണ്? അള്ളാഹു ശഖാവത്ത് രേഖപ്പെടുത്തിയാൽ, അള്ളാഹു ഒരാളുടെ ഹൃദയത്തിന് മുദ്ര വെച്ചാൽ, ഏതുപോലെ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നീ അവരെ ഭയപ്പെടുത്തിയാലും ശരി, ഭയപ്പെടുത്താതിരുന്നാലും ശരി, ഒരേപോലെയാണ്. സവാഉൻ അലൈഹിം, ഒരുപോലെയാണ്, അവർ വിശ്വസിക്കുകയില്ല. കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അവരുടെ കണ്ണുകളിലും കാതുകളിലും ഹൃദയത്തിലുമൊക്കെ മുദ്ര വെക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ സത്യം സ്വീകരിച്ചും അത് ഉൾക്കൊള്ളാൻ തീരെ തയ്യാറില്ലാത്ത ആളുകളെ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കളയും. എന്നിരിക്കെ താക്കീതുകൾ അവർക്ക് എങ്ങനെ ഉപകാരപ്പെടാനാണ്? ഫമാ തുഗ്നി നുദുർ. അതേപോലെ തന്നെ ഫമാ തുഗ്നി നുദുർ, ഈ ഹിക്മത്തുൻ ബാലിഗത്തായ, അതേപോലെ തന്നെ മാഫിഹി മുസ്ദജർ, മുസ്ദജറുള്ള അൽ അംബാഉകൾ, അഖ്ബാറുകൾ അള്ളാഹുവിൽ നിന്ന് വന്നു കിട്ടി. ഇതൊക്കെ ഉണ്ടായിട്ടും താക്കീതുകൾ ഉപകാരപ്പെടുന്നില്ല. ഏതുപോലെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ ആകാശത്തന്നെ, ഭൂമിയിൽ എവിടെയല്ല, ആകാശത്താവുമ്പോൾ എല്ലാവർക്കും കാണാം, എല്ലാവരും കാണുന്ന രൂപത്തിൽ ചന്ദ്രനെ അള്ളാഹു പിളർത്തിയിട്ടും അത് സിഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കാതിരുന്ന ആളുകൾ, അത്തരം ആളുകളുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കും. പിന്നീട് സത്യം മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് പോലും അവർക്ക് തടയപ്പെടും. അത് വലിയ ഗൗരവമേറിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫതവല്ല അൻഹും, അതിനാൽ നബിയെ അവരിൽ നിന്ന് താങ്കൾ
പിന്തിരിഞ്ഞു കളയുക. തവല്ല യതവല്ല തവല്ലി. തവല്ല എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചു കളയുക, അവഗണിക്കുക, പരിഗണിക്കണ്ട, ഗൗരവം കൊടുക്കേണ്ടതില്ല. അതാണ് തവല്ല യതവല്ല തവല്ലി. ഇവിടെ തവല്ല അൻഹും അമ്രാണ്, കൽപ്പനയാണ്. ഫതവല്ല അൻഹും, അവരിൽ നിന്ന് നബിയെ മാറി നിന്ന് കളയുക, പിന്തിരിഞ്ഞു കളയുക. അവിടെ വഖഫുൻ ലാസിമ. ഫതവല്ല അൻഹും, അവിടെ ഒരു മീമ് കാണാം നിങ്ങൾക്ക് അതിൻ്റെ മേലെ. അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. കാരണം ശേഷം പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. യൗമ യദ്ഉ ദാഇ, വിളിക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസം. ദഅ യദ്ഉ ദുആൻ. ദഅ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ദഅ യദ്ഉ ദുആൻ. യൗമ യദ്ഉ ദാഇ, വിളിക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസം. ഏതിലേക്കാണ് വിളിക്കുന്നത്? ഇലാ ഷൈഇൻ, ഒരു കാര്യത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക്. ആ കാര്യത്തിൻ്റെ പ്രത്യേകത നുഖുറുൻ, അത് പ്രയാസമേറിയതും വെറുക്കപ്പെട്ടതും സത്യനിഷേധികൾക്ക് വെറുപ്പുണ്ടാക്കുന്നതും അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്നതുമായ കാര്യമാണ്. നഖുറ യൻഖുറു നകാറതൻ ഫഹുവ നുഖുറുൻ. നഖറ നഖുറ നഖുറ യൻഖുറു നകാറ ഫഹുവ നുഖുറുൻ. നഖുറൽ അംറു ഐ സഉബ വഷ്തദ്ദ, കഠിനമായി തീരുക, പ്രയാസമായി തീരുക. അതിനാണ് നഖുറ അൽ അംറു, കാര്യം പ്രയാസകരമായി തീരുക എന്ന അർത്ഥമാണ്. അതേപോലെ തന്നെ നഖുറൽ അംറു എന്ന് പറഞ്ഞാൽ ഖബുഹ, വെറുക്കപ്പെട്ടതായി തീരുക. വസാറ മുൻകറൻ, വെറുക്കപ്പെട്ടതായി തീരുക. അതിനും ആ വേർഡ് ഉപയോഗിക്കും. അപ്പോൾ ഷൈഉൻ നുഖർ എന്ന് പറഞ്ഞാൽ പ്രയാസമേറിയതും വെറുപ്പ് സത്യനിഷേധികൾക്ക് തോന്നുന്നതുമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസം. അപ്പോൾ അവിടെ ഫതവല്ല അൻഹും എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറയാനുള്ള കാരണം, അവിടെ വഖഫു ലാസിമാവാനുള്ള കാരണം, ഈ തവല്ല അൻഹും എന്നത് ദുനിയാവിൽ പറഞ്ഞതാണ്. യൗമ യദ്ഉ ദാഇ ഇലാ ഷൈഉൻ നുഖർ എന്നുള്ളത് ആഖിറത്തിലെ കാര്യമാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താകും? ഖിയാമത്ത് നാളിൽ താങ്കൾ അവരെ അവഗണിക്കുക. അങ്ങനെയല്ല ഉദ്ദേശം. മറിച്ച് ഫതവല്ല അൻഹും, അത് ദുനിയാവ് തന്നെയാണ്. യൗമ യദ്ഉ ദാഇ ഇലാ ഷൈഇൻ നുഖർ, അത് പരലോകത്തിൻ്റെ വിഷയവുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എത്ര ദഅവത്ത് നടത്തിയിട്ടും സ്വീകരിക്കാത്തവരെക്കുറിച്ച് അവരെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം മനസ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം എന്തല്ല? ഇനി അവരോട് ദഅവത്തില്ല, അവർ പോട്ടെ, താങ്കൾ സ്വീകരിക്കുന്നവരെ മാത്രം ദഅവത്ത് നടത്തിയാൽ മതി എന്നല്ല. മറിച്ച് അതിലങ്ങനെ ഒരു ആശയമുണ്ട്. എങ്ങനെ? അത് ഹൃദയത്തിൻ്റെ പരിഗണനയുമായി ബന്ധപ്പെട്ട. സത്യം ഒരു നിലക്കും സ്വീകരിക്കില്ല എന്ന് തോന്നുന്നവൻ്റെ അടുക്കൽ അമിതമായ സമയം ചെലവഴിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ആ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശ ഫഅൻത അൻഹു തലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രമാണിമാരോട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം, അന്ധനായ അദ്ദേഹം വരികയുണ്ടായി. അങ്ങനെ വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മക്കയിലെ പ്രധാനികളാണ്, അപ്പോൾ അവർ സത്യവിശ്വാസം സ്വീകരിച്ചാൽ അത് ഒരുപാട് ഇസ്ലാമിന് ഗുണം ചെയ്യുമെന്ന ഒരു ഹിക്മത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു നീരസമായി തോന്നി. അദ്ദേഹം എന്തോ ഒരു വിഷയം ചോദിച്ച് പഠിക്കാൻ വന്നതാണ്, എന്തോ ഒരു കാര്യം മനസ്സിലാക്കാൻ വന്നതാണ്. പക്ഷെ നബി ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ, മാത്രവുമല്ല ആ ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു, നിന്റെ അടുക്കൽ നിന്നുള്ള പാവങ്ങൾ ഒഴിവാക്കിയാൽ ഞങ്ങൾ നിന്റെ കൂടെ കൂടാം. മറിച്ച് നിന്റെ കൂടെ ഉള്ളത് അടിമകളും തീരെ ധനമില്ലാത്തവരും ആട്ടിടയന്മാരും, അങ്ങനെ പാവങ്ങളായ കുറേ ആളുകളാണ് മുഹമ്മദ് നിന്റെ കൂടെയുള്ളത്. അതുകൊണ്ട്
അവരെ നീ ഒഴിവാക്കിയാൽ ഞങ്ങൾ നിന്നെ പരിഗണിക്കാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു ദഅവത്തിൻ്റെ ഹിക്മത്ത് എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതല്ലാതെ ഒരു അന്ധനെ അവഗണിക്കുന്ന സ്വഭാവക്കാരനല്ല ആര്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞതെന്താണ്? ഈ പ്രമാണിമാരെക്കാൾ സത്യം സ്വീകരിക്കാനുള്ള മനസ്സും താല്പര്യവും ഈ വന്ന പാവപ്പെട്ട ഈ മനുഷ്യനാണുള്ളത്. അതുകൊണ്ട് അവരോട് സംസാരിച്ച് സമയം കളയാതെ ഇതേപോലെയുള്ള മനുഷ്യർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് ദഅ്വാ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ വലിയൊരു കാര്യമാണ്. ചില ആളുകൾ മർക്കടമുഷ്ടിക്കാരും താർക്കികന്മാരും സത്യം മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത പക്ഷപാതികളായ ആളുകളുമായിരിക്കും. അവർ ജഹാലത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ പിന്നാലെ കൂടി പ്രബോധകന്മാർ അവരുടെ ആയുസ് കളയരുത്. അവരുടെ സമയവും സന്ദർഭവുമൊക്കെ ആ ജാതി ജാഹിലുകളായ ആളുകളോട് സംസാരിച്ച് സമയം കളയാൻ അവർ ഉപയോഗപ്പെടുത്തരുത്. മറിച്ച് അവർക്ക് ആമായ ഉപദേശം മാത്രം നൽകിയാൽ മതി. അവരെ അവഗണിക്കേണ്ടതില്ല. മറിച്ച് ആമായ ഉപദേശം അവർക്ക് നൽകുക. എന്നാൽ ഖാസായി നമ്മൾ പരിഗണിച്ച് കൂടെ കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് കേൾക്കാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകൾക്കായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. അവരെ അവഗണിക്കുകയല്ല, മൊത്തത്തിൽ പറയുക. എന്നാൽ കൂടുതൽ സമയം അവർ അത്തരം ആളുകളെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം കളയരുത്. രണ്ടാമത്തത് മനസ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ഒരു പ്രബോധകൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് താൻ പറയുന്നത് കേൾക്കുന്നവർ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് പറയുന്ന ആൾക്ക് വലിയ വിഷമമുണ്ടാക്കും. അതൊരു ദാഇ എന്നല്ല. ഒരു വാപ്പ പറയുന്നത് മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ വാപ്പാക്ക് വേദന ഉണ്ടാവും. ഒരു ഉമ്മ പറയുന്നത് മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വേദനയുണ്ടാകും. ഭർത്താവ് പറയുന്നത് ഭാര്യ കേട്ടിട്ടില്ലെങ്കിൽ ഭർത്താവിന് വേദനയുണ്ടാകും. ഒരു അധ്യാപകൻ പറയുന്നത് വിദ്യാർത്ഥികൾ അനുസരിക്കുന്നില്ലെങ്കിൽ അധ്യാപകന് വേദനയുണ്ടാകും. ഒരു ഭരണാധികാരി പറയുന്നത് പ്രജകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകും. എന്നതുപോലെ അതിനേക്കാൾ വേദനയാണ് പ്രവാചകന്മാർക്ക് എന്നാണ്. കാരണം അവരീ പറയുന്നത് മറ്റൊരു ലോകത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതാകട്ടെ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. ഇതെല്ലാം അറിയാവുന്ന അമ്പിയാക്കൾക്ക് വലിയ വേദനയാണ്. പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ താങ്കളുടെ നഫ്സിനെ തന്നെ അപകടപ്പെടുത്തിയേക്കാം. അവിടെ ചില ആളുകൾ ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ഉദ്ദേശിച്ചു. അങ്ങനെയല്ല, അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. മറിച്ച് അതുകൊണ്ടുള്ള ഉദ്ദേശം ബേജാറ് കൊണ്ട് മനുഷ്യന് ടെൻഷൻ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവുമല്ലോ, ആ നിലക്ക് സങ്കടമായിരുന്നു. ബേജാറ് കൊണ്ട് നബിയെ താങ്കളുടെ നഫ്സിനെ അപകടപ്പെടുത്തിയേക്കാം എന്നാണ്. അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ. അപ്പം അത്തരം ബേജാറുകൾ കുറയ്ക്കാൻ പറയാണ്. ഫതവല്ല അൻഹും, അവരെ അവഗണിച്ച് കളയുക. അതേപോലെ തന്നെ അതിലെ മറ്റൊരു മൂന്നാമത്തെ തഫ്സീറാണ്, പല ഉപദ്രവങ്ങളും പരിഹാസവും കുത്തുവാക്കുകളുമൊക്കെ അവർ ചെയ്യും. തൽക്കാലം അവരെ അവഗണിക്കുക. ഒരു ദിവസം വരാനുണ്ട് യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ. ആ ദിവസത്തേക്ക് അതിനെ മാറ്റിവെച്ച് സമാധാനപ്പെടുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യഅനി തആല ദിക്റുഹു ബിഖൗലിഹി ഫതവല്ല അൻഹും എന്നതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഫഅരിദ് യാ മുഹമ്മദു അൻ ഹൗലാഇൽ മുശ്രിക്കീന മിൻ ഖൗമിക്, താങ്കളുടെ സമുദായത്തിലെ ഈ ബഹുദൈവാരാധകരായ ആളുകളെ അവരെ അവഗണിക്കുക. അല്ലദീന ഇദാ ഇൻ യറൗ ആയതൻ യുഅരിദു, ഒരു ദൃഷ്ടാന്തം കണ്ടാൽ അവരതിനെ അവഗണിക്കുന്നു എങ്കിൽ താങ്കളും അവരെ അവഗണിക്കുക. വയഖൂലു, എന്നിട്ട് അവർ പറയുന്നു സിഹ്റുൻ മുസ്തമിർ, ഇത് മുസ്തമിറായ നീങ്ങിപ്പോകുന്ന സിഹറാണെന്നവർ പറയുന്നു. ഫഇന്നഹും യൗമ യദ്ഉ ദാഇ, എന്നാൽ നിശ്ചയം വിളിക്കുന്ന ഒരാൾ അവരെ വിളിക്കുമ്പോൾ ദാഇ അല്ലാഹി ഇലാ മൗഖിഫിൽ ഖിയാമ, അല്ലാഹു വിളിക്കാൻ ഏൽപ്പിച്ച ഒരാൾ
ഖിയാമത്ത് നാളിലേക്ക് വിളിക്കുമ്പോൾ വദാലിക ഹുവ ശൈഉൻ നുഖുർ, അതാണ് ആ പ്രയാസമേറിയ ദിവസം, സംഭവം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല യൗമ യദുഉ ദാഇ, വിളിക്കുന്ന ആൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്രാഫീൽ എന്ന മലക്കാണ് എന്നതാണ് ഭൂരിപക്ഷ തഫ്സീറുകളിലും ഭൂരിപക്ഷ അഭിപ്രായമായി കാണുന്നത്. കാരണം ഇസ്രാഫീൽ എന്ന മലക്കാണ് ഖിയാമത്ത് നാളിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് സൂറെന്ന കാഹളത്തിൽ ഒന്നാമതായി ഊതുന്നത്, രണ്ടാമത്തെ ഊത്തും. അപ്പോൾ ഇത് ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ? രണ്ടുമാണ്. ഒന്നാമത്തത് അതിൻ്റെ തുടക്കമാണെങ്കിൽ രണ്ടാമത്തതിലാണ് യഥാർത്ഥത്തിൽ മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഒന്നാമത്തത് ലോകാവസാനത്തെ കുറിക്കുന്നു, സകല മനുഷ്യരും അതിൽ മരണപ്പെട്ടു പോകും. രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഒരു ഊത്തുണ്ട്. രണ്ടാമത് കാഹളത്തിലൂതും. അപ്പോൾ അവരതാ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, നാലു ഭാഗത്തും നോക്കി അവരതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇസ്രാഫീൽ എന്ന മലക്ക് ഖിയാമത്ത് നാളിന് വേണ്ടി വിളിക്കുന്ന ആ വിളി സൂറത്തു ഖാഫിലും അല്ലാഹു പറയുന്നുണ്ട്, വസ്തമി യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്. വസ്തമി, ശ്രദ്ധിച്ചു കേൾക്കണം. വസ്തമി യൗമ യുനാദിൽ മുനാദി, വിളിക്കുന്ന ഒരാൾ വിളിക്കുന്ന ദിവസം. മിൻ മക്കാനിൻ ഖരീബ്, സമീപസ്ഥമായ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുനിന്ന് വിളിക്കുന്നത് പോലെ അത് അനുഭവപ്പെടും. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, ആ ഘോര ശബ്ദം അവർ ശരിക്കും കേൾക്കുന്ന ദിവസം. ദാലിക യൗമുൽ ഖുറൂജ്, അതാകുന്നു ഖുറൂജിൻ്റെ ദിവസം, ഖബറിൽ നിന്ന് എല്ലാവരും പുറപ്പെട്ടു വരുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവരെ അവഗണിക്കുക. ഈ ആളുകൾക്ക് എന്തു പറ്റി? ഇങ്ങനൊരു ദിവസം വരാനുണ്ടല്ലോ. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുഖർ, വിളിക്കുന്ന ഒരാൾ വളരെ പ്രയാസകരമേറിയ ഒരു വിഷയത്തിലേക്ക് അവരെ വിളിക്കുന്ന സന്ദർഭം. ഖുശ്അൻ അബ്സാറുഹും, ഖശഅ എന്ന് പറഞ്ഞാൽ വിനയപ്പെട്ട് പേടിച്ച് താഴ്ന്ന് നിൽക്കുന്ന അവസ്ഥക്കാണ് ഖശഅ എന്ന് പറയാം. ഖാശിഅ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെടുന്നവൻ. ഖശഅ യഖ്ശഉ ഖുശൂഅൻ വഹുവ ഖാശിഉൻ. ഖാശി എന്ന് പറഞ്ഞാൽ വിനയപ്പെട്ട്, ദൃഷ്ടികളൊക്കെ താഴ്ത്തി വിനയപ്പെട്ട് നിൽക്കുന്ന ആൾക്കാണ് ഖാശി എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് ഖുശ്ശഉൻ. ഖാശിഇന്റെ ജംആണ് ഖുശ്ശ. ഖുശ്ശഅൻ അബ്സാറുഹും, ഇവിടെ ഖാശി ആരാണ്? അബ്സാറുഹും, അവരുടെ കണ്ണുകളാകുന്നു. ബസറിന്റെ ജംആണ് അബ്സാർ. ബസറുൻ ജംഉഹു അബ്സാറുൻ, കണ്ണുകൾ വിനയപ്പെട്ട് താഴ്ന്ന അവസ്ഥയിലായിരിക്കും. ഖുശ്ശഅൻ അബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ വിനയപ്പെട്ട് താഴ്ന്ന അവസ്ഥയിലായിരിക്കും. യഖ്റുജൂന, അവർ പുറപ്പെട്ടു വരും. ഖറജ യഖ്റുജു ഖുറൂജൻ, ഖറജ യഖ്റുജു ഖുറൂജൻ. യഖ്റുജൂന, അവർ പുറപ്പെട്ടു വരും. മിനൽ അജ്ദാസി, ജദസുകളിൽ നിന്ന്. ജദസിന്റെ ജംആണ് അജ്ദാസ്. ജദസുൻ ജംഉഹു അജ്ദാസുൻ. ജദസ് ഐ അൽ ഖബർ. ജദസ് എന്ന് പറഞ്ഞാൽ ഖബറാണ് ഉദ്ദേശം. ഖബറുകളിൽ നിന്ന്, മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെട്ടു വരുന്ന സന്ദർഭം. കഅന്നഹും, അവർ ഏതുപോലെയായിരിക്കും? കഅന്നഹും, അവർ പോലെയായിരിക്കും. ജറാദുൻ, വെട്ടുകിളി. ജറാദുൻ, വെട്ടുകിളികൾ നമുക്കറിയാം. അവ വരികയാണെങ്കിൽ കൂട്ടം കൂട്ടമായി എണ്ണാൻ പറ്റാത്ത ആ നിലക്കാണ് വെട്ടുകിളികൾ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ ഉണ്ടാവുന്നത്. ഒരു നാടിനെ തന്നെ, ആ നാട്ടിലെ കൃഷിയെ തന്നെ ഇല്ലാതെയാക്കാൻ മാത്രം അത്രയും എണ്ണമുണ്ടാകും. ജറാദുൻ മുൻതശിർ. ഇൻതശറ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. ഇൻതശറ യൻതശിറു ഇൻതിശാറൻ. മുൻതശിർ എന്ന് പറഞ്ഞാൽ വ്യാപിക്കപ്പെട്ടത്. മുൻതശിറുൻ, പരന്ന് വ്യാപിച്ച വെട്ടുകിളികളെപ്പോലെ എന്ന് പറഞ്ഞാൽ അത്രയും എണ്ണമുണ്ടാകുന്നതാണ്. കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽ ലോകാവസാനം വരെയുള്ള എത്ര തലമുറകൾ കഴിഞ്ഞുപോയി, എത്ര മനുഷ്യന്മാർ.
എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യന്മാർ, കോടാനുകോടി മനുഷ്യന്മാർ. ആ കോടാനുകോടി മനുഷ്യന്മാരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മഹ്ശറിൻ്റെ ആ ഒരു പിക്ചർ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. അതാണ് അള്ളാഹു പറയുന്നത്, കഅന്നഹും ജറാദുൻ മുൻതശിർ, വ്യാപിച്ച വെട്ടുകിളികളെ പോലെ. ഖബറിൽ നിന്ന് ഈ വിളി കേട്ട് എല്ലാവരും എഴുന്നേൽക്കുന്നതാണ്. അതുകൊണ്ടാണ് യൗമ യദ്ഉ ദാഇ എന്ന കാര്യം ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ കാഹളത്തിലെ രണ്ടാമത്തെ ഊത്താണ്. അങ്ങനെ ഊതുമ്പോൾ അവർ ഖബറിൽ നിന്ന് പുറപ്പെടും. ഇവിടെ ഖുശ്ശഅൻ അബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ താഴ്ന്നു എന്ന് കണ്ണുകളെക്കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം, മനുഷ്യൻ്റെ പേടിയും ഭീതിയും ഏറ്റവും അധികം പ്രകടമാകുന്നത് മുഖത്താണ്, അത് തന്നെ കണ്ണുകളിലാണ്. പേടിച്ചാൽ നേരെ നോക്കാൻ കഴിയില്ല, തല താഴ്ത്തി താഴോട്ടാണ് നോക്കുക. അപ്പോൾ താഴോട്ട് നോക്കി പേടിച്ച് അരണ്ട് ഹൃദയം തൊണ്ടക്കുഴിയിലെല്ലാം എത്തിപ്പോകുന്ന വല്ലാത്തൊരു അവസ്ഥയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ സന്ദർഭത്തിൽ യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ എന്ന ഈ ദാഇ, ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന രണ്ട് മലക്കുകൾ ഉണ്ടാവുന്ന, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ഒരു സായിഖ് ഉണ്ടാവും, ഒരു ഡ്രൈവർ വിളിച്ചു കൊണ്ടുപോകാൻ മഹ്ശറിലേക്ക്. വശഹീദ്, ഒരു സാക്ഷി ഉണ്ടാവും. കർമ്മങ്ങളുടെ രേഖ ഈ സാക്ഷിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ രേഖ, ആ രേഖ കിതാബും പിടിച്ചാണ് ഒരു മലക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ കിതാബിൽ എന്താണുള്ളത് എന്നുള്ളതും വല്ലാത്തൊരു പേടി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്, ഭയങ്കരമായ പേടി ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ കർമ്മരേഖയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കർമ്മരേഖ അയാളുടെ പിരടിയിൽ ബന്ധിപ്പിക്കപ്പെട്ട് ഖബറിലുണ്ടാവുമെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മരേഖ പിരടിയിൽ ബന്ധിപ്പിക്കപ്പെട്ട് ഖബറിലുണ്ടാകുമെന്നാണ് പറയുന്നത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നീ നിന്റെ ഗ്രന്ഥം, നിന്റെ കർമ്മരേഖ നീ തന്നെ വായിച്ചു നോക്കുക. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി, വേറെ ആരും വേണ്ട, നിന്റെ കർമ്മരേഖ നോക്കിക്കോളൂന്നാണ്. ഈ കർമ്മരേഖയുമായി ഒരു ഷാഹിദ് കൂടെ ഉണ്ടാകും, പിന്നെ ഒരു സായിഖും. ഇവർ രണ്ടുപേരും കൂടിയാണ് ഖബറിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ. അപ്പോൾ ഈ ദാഇമാർ, ഇതെല്ലാം അതുകൊണ്ടുള്ള ഉദ്ദേശമാണ്. അള്ളാഹുവിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ വിളിക്കും, ഖുശ്ശഅൻ അബ്സാറുഹും, അന്ന് കണ്ണുകളെല്ലാം താഴോട്ട് താഴ്ന്ന്, യഖ്റുജൂന മിനൽ അജ്ദാസി, അങ്ങനെ ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെടും. കഅന്നഹും ജറാദും മുൻതശിർ, വ്യാപിക്കപ്പെട്ട വെട്ടുകിളികളെ പോലെ. മുഹ്തിഈന ഇല ദാഇ, അപ്പോൾ അവരുടെ ആ നടത്തത്തിൻ്റെ ഒരു സിഫത്ത് എങ്ങനെയായിരിക്കും ആ നടത്തം എന്ന് അല്ലാഹു വിശദീകരിക്കുകയാണ്. മുഹ്തിഈന ഇല ദാഇ, മുഹ്തിഉകളായിരിക്കും. അഹ്തഅ എന്ന് പറഞ്ഞാൽ, അഹ്തഅ യുഹ്തിഉ ഇഹ്താഅൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആളുടെ കൂടെ ഒന്നും നോക്കാതെ പേടിച്ച് നടക്കുന്നതിനാണ് അഹ്തഅ എന്ന് പറയുന്നത്. കണ്ണുകൾ താഴ്ന്നൊരവസ്ഥ, പേടി. എന്നിട്ട് ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ദുനിയാവിലെ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന വലിയൊരു പോലീസുകാരൻ, അതല്ലെങ്കിൽ വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ, അതല്ലെങ്കിൽ ജയിലുകളിലോ മറ്റോ ഉള്ള സംവിധാനം, ആ സംവിധാനം ഒരു കുറ്റവാളിയെ വിളിക്കുമ്പോൾ വേറെ രക്ഷയുമൊന്നുമില്ലാതെ പേടിച്ച് ആ കുറ്റവാളി വിളിക്കുന്ന ആളുടെ പിന്നാലെ ധൃതിപ്പെട്ടു പോകുന്നത് പോലെ. അതാണ് അഹ്തഅ എന്ന് പറഞ്ഞാൽ. അൽ മുഹ്തിഅ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. അസ്സാകിതു ഫീ തദല്ലുലിൻ വ ഖൗഫിൻ. അൽ മുഹ്തിഅ എന്ന് പറഞ്ഞാൽ അസ്സാകിതു, മിണ്ടാതിരിക്കും, മൗനമായിരിക്കും, പേടിച്ചിട്ട് മിണ്ടൂല. ഫീ തദല്ലുലിൻ വ ഖൗഫിൻ, വിനയവും പേടിയും പിടികൂടിയ അവസ്ഥ. യൻതലിഖു ഇലാ മൻ ദഅ, വിളിച്ച ആളുടെ അടുത്തേക്ക് ധൃതിയിൽ പോകും. ഒരു നിലക്കും ഒരു റെസിസ്റ്റൻസും ഇല്ല,
ബ്ലോക്ക് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല, ഒന്നും മിണ്ടാതെ പേടിച്ച് വിളിക്കുന്ന ആളുടെ കൂടെ പോകുന്ന, ധൃതിപ്പെട്ടു പോകുന്ന, ഒരു ഞാട്ടക്കുറയിലേക്ക് ആളുകൾ പോകുന്നത് പോലെ ധൃതി വെച്ചുകൊണ്ടുള്ളൊരു പോക്കായിരിക്കും. വല്ലാഹുൽ മുസ്തആൻ. മുഹ്തഈന ഇല ദാഇ, വിളിക്കുന്ന ആളിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് അവർ പോകുന്നതാണ്. അതാണ് ഈ അദ്ദാഇ എന്നത് ഈ വിളിക്കുന്ന സായിഖും ഷഹീദുമാണെന്ന് മുഫസ്സിരീങ്ങൾ പറയാനുള്ള കാരണം. ഇസ്രാഫീൽ എന്ന മലക്കല്ല, ആ മലക്കിൻ്റെ വിളിയുണ്ട്. പക്ഷേ ഈ ദാഇ എന്ന് പറയുന്നത് സായിഖുൻ വ ഷഹീദ്. കാരണം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയും അവരാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ നേരെ അങ്ങ് പോകുന്നതാണ്. കാരണം അവർക്ക് മനസ്സിലാകും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത ദിവസമാണ്. അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് നോക്കും, എന്നിട്ട് പറയും ഇത് റഹ്മാനായ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, റഹ്മാനായ റബ്ബ് വാഗ്ദത്തം ചെയ്ത ദിവസമാണത്, അമ്പിയാക്കൾ പറഞ്ഞത് സത്യവുമാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കൂല, വിളിക്കുന്ന ആളുടെ പിന്നാലെ പോകും. യഖൂലുൽ കാഫിറൂന, അന്ന് സത്യനിഷേധികൾ പറയും, കാഫിറുകൾ പറയും, യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്. എങ്ങനത്തെ ദിവസം? ആസിർ, അങ്ങേയറ്റം പ്രയാസമേറിയത്. ആസിറ യഅസറു ആസറൻ, ആസിറ യഅസറു ആസറൻ, പ്രയാസകരമായി തീരുക. അങ്ങനെ പ്രയാസകരമായി തീർന്നതിന് ഫഹുവ അസിറുൻ, അതിനാണ് അസിർ എന്ന് പറയുന്നത്. അസിർ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായി തീർന്നത്. ഹാദാ യൗമുൻ അസിർ, ഇന്ന് വല്ലാത്ത പ്രയാസമേറിയ ഒരു ദിവസമാണ്. അതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രയാസം. പക്ഷേ അൽഹംദുലില്ലാ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ ആയത്തിൽ പറഞ്ഞതിൽ ഒരു വലിയ ആശ്വാസത്തിൻ്റെ വാക്കാണുള്ളത്. എന്താണത്? അതെ, ഇത് പ്രത്യക്ഷത്തിൽ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ, സത്യനിഷേധികൾ പറയും ഇത് പ്രയാസമേറിയ ദിവസമാണ്. അപ്പോൾ മുഅ്മിനുകളോ? അൽഹംദുലില്ലാ, മുഅ്മിനുകൾക്കത് ഫീൽ ചെയ്യൂല എന്നാണ്. അൽഹംദുലില്ലാ, അവർക്ക് എല്ലാ അർത്ഥത്തിലും ആശ്വാസത്തിൻ്റെ വാക്കുകൾ എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മാത്രമല്ല അതവർക്ക് മരിക്കുമ്പോൾ നേരത്തെ കിട്ടിയിട്ടുമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും നിങ്ങളുടെ ഔലിയാക്കളായിരുന്നു, ആഖിറത്തിലും. അപ്പോൾ മലക്കുകളുടെ വമ്പിച്ചതായ ഒരു കൂട്ടുണ്ടാവും, പിന്നെ പേടിക്കാനുണ്ടാവില്ലല്ലോ. അവരുടെ ആശ്വാസ വാക്കുകളൊക്കെ കേട്ടിട്ടാണ് മുഅ്മിനുകൾ മഹ്ശറിൽ ഉണ്ടാവുക. വിചാരണയുടെ 50,000 വർഷം ഒരു ദിവസത്തിൻ്റെ പകുതി പോലെ അവർക്ക് തോന്നുന്നതാണ്. ഹാഫ് ഡേ പോലെ തോന്നുള്ളൂ. അൽഹംദുലില്ലാ, നേരം വെളുത്ത് ഉച്ചയാകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്ക് സ്വർഗത്തിലെത്തി എന്നൊരവസ്ഥയാണ്, ആ ഒരു ഫീലിംഗ് ആണ് വിശ്വാസികൾക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ സത്യനിഷേധികൾക്ക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ 50,000 വർഷത്തെ ദൈർഘ്യം അനുഭവപ്പെടും. അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ, ഇത് വല്ലാത്തൊരു ദിവസം തന്നെ എന്നവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ ഹിക്മത്തുൻ ബാലിഗ ഫമാ തുഗ്നി നുദുർ. ഹിക്മത്തുൻ ബാലിഗ, ഒരുപാട് വൃത്താന്തങ്ങൾ, വാർത്തകൾ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ താക്കീതുകൾ മനുഷ്യന് ഫലം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർ ആ ദിവസത്തിൽ കഷ്ടപ്പെടും. എന്നാൽ സത്യവിശ്വാസവും സൽക്രമവും സ്വീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുണ്ടാക്കും. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അല്ലാഹു ഏറ്റവും എളുപ്പത്തിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ പ്രിയപ്പെട്ടവരെ പഠിച്ച് മനസ്സിലാക്കി സ്വീകരിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളുക.
ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ ദർസുകൾ നാം ഇവിടെ നടത്തുന്നത്. ഇത് കേൾക്കുന്നതും പഠിക്കുന്നതും അതിനുവേണ്ടി വരുന്നതും ഇരിക്കുന്നതുമൊക്കെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.